ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് 2024 ഫെബ്രുവരി മാസം കറണ്ട് അഫയേഴ്സ് എന്ന് പരിശോധിക്കാം. LDC എക്സാമിനും അതേപോലെ LPUP എക്സാമും മറ്റ് PSC എക്സാമിനൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഏറ്റവും ഇമ്പോർട്ടൻ്റായ 2024 ഭാരതരത്നവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം, അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? ഒന്ന്, കർപ്പൂരി ഠാക്കൂർ, അതേപോലെ മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി, അതേപോലെ മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന PV നരസിംഹറാവു, അതേപോലെ ചൗധരി ചരൺ സിംഗ്, അതേപോലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവും പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനുമായ MS സ്വാമിനാഥൻ. ഇത്ര ആളുകൾക്കാണ് എന്ത് കിട്ടിയത്? 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച 50ാമത്തെ വ്യക്തി ആരാണ്? 50ാമത്തെ വ്യക്തി ആരാണ്? ആരാണത്? LK അദ്വാനിയാണ്. മറക്കണ്ട, LK അദ്വാനി. അതെ. അടുത്ത ചോദ്യം, 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ആരാണ്? ആരാണ്? MS സ്വാമിനാഥനാണ് അല്ലേ. അടുത്ത ചോദ്യം, 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവർ ആരൊക്കെയാണ്? കർപ്പൂരി ഠാക്കൂറുണ്ട്, PV നരസിംഹറാവു ഉണ്ട്, ചൗധരി ചരൺ സിംഗ് ഉണ്ട്, MS സ്വാമിനാഥനുണ്ട്. ഇക്കാര്യം മറക്കണ്ട. അടുത്ത ചോദ്യം, 2024 വജ്ര ജൂബിലി 75ാമത്തെ അല്ലേ വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? സുപ്രീം കോടതിയാണ് പരമോന്നത സ്ഥാപനം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏതാണത്? കാസർഗോഡ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ്? മാനാഞ്ചിറ, കോഴിക്കോടാണ് അല്ലേ. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. അതേപോലെ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം ഏതാണ്? ഗോവ. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് എവിടെയാണ്? കളമശ്ശേരി. അടുത്ത ചോദ്യം, 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം ആരാണ്? അഭിനവ് ബിന്ദ്ര. അതേപോലെ മികച്ച നവാഗത പാർലമെന്റേറിയന് നൽകുന്ന 2023 ലോക്മത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജോൺ ബ്രിട്ടാസ്. അടുത്ത ചോദ്യം, ലോക്സഭയിലെ മികച്ച പ്രകടനത്തിനുള്ള 2023 ലോക്മത് പുരസ്കാരം നേടിയ മലയാളി ആരാണ്? ശശി തരൂർ. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഒലേഗ് കൊനോനെൻകോ. അതേപോലെ അദ്ദേഹം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 5 യാത്രകളിലായി 878 ദിവസവും 12 മണിക്കൂറിലേറെയും ചെലവഴിച്ചു. ഈ ഒരു കാര്യം തീരം മറക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായി കൊടുത്തു തുടങ്ങിയത്? എവിടെയാണത്? തൃശ്ശൂരാണ് കേട്ടോ. ഭാരത് റൈസിന് കേട്ടിട്ടില്ലായിരുന്നോ? ഓക്കെ, അടുത്ത ചോദ്യം, 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഫൈനൽ വേദി എവിടെയാണത്? US ആണ്. മെറ്റ്-ലൈഫ് സ്റ്റേഡിയമാണ് US ഫൈനൽ വേദി. ഓക്കെ, അടുത്ത ചോദ്യം, 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാം അല്ലേ? 3 രാജ്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതൊക്കെയത് USA, മെക്സിക്കോ, കാനഡ. ഫൈനൽ വേദി US അല്ലേ. അടുത്ത ചോദ്യം, പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. അടുത്ത ചോദ്യം, 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായ വ്യക്തി ആരാണ്? പ്രേമ ധൻരാജാണ് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹ്യ പ്രവർത്തക. അടുത്ത ചോദ്യം, അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പിക്കാനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കെയർ.
അപ്പം അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പിക്കാനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് ഏതാണ്? കെയർ ആണ്, കെയർ. അടുത്ത ചോദ്യം, അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഫോർവേഡ് എന്ന ആത്മകഥ ആരുടെയാണ്? PR ശാരദയാണ്. മുൻ ഹോക്കി താരമാണ്, മലയാളി താരമാണ്. ഓക്കെ. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തി ആരാണ്? NK ദേശം. ഓക്കെ, അല്ലെങ്കിൽ N കുട്ടിക്കൃഷ്ണപിള്ളയാണ് ശരിക്കുള്ള പേര്. അടുത്ത ചോദ്യം, മഹാകവി G ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള G സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയാണ്. അടുത്ത ചോദ്യം, ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? K-ലിഫ്റ്റ് ആണ്, K-ലിഫ്റ്റ്. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണിത്, K-ലിഫ്റ്റ്. അടുത്ത ചോദ്യം, തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം ഏതാണ്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഈറോഡ്. തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതം ഏതാണ്? അതാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. 18ാമത്തെയാണ് തമിഴ്നാട്ടിലെ. അടുത്തത്, ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായു ശക്തി 2024 വേദി ഏതാണ്? പൊഖ്രാനാണ്. രാജസ്ഥാനിലെ പൊഖ്രാനാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായു ശക്തി 2024 വേദി. അടുത്ത ചോദ്യം, നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയുടെ പേരാണ് അതിജീവനം. അതേപോലെ അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതാണ്? അപ്പം ആ കടൽ തീരം ഏതാണ്? കാപ്പാടാണ്, കോഴിക്കോട്. കേരളത്തിലെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ ബീച്ചും ഏതാണ്? കാപ്പാടാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ പേരെന്താണ്? ബ്ലൂ ഫ്ലാഗ്. അടുത്ത ചോദ്യം, 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടി. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ്. 2ാം സ്ഥാനം തമിഴ്നാട്. അടുത്ത ചോദ്യം, ഡിമെൻഷ്യ, അൾഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ തുടങ്ങുന്ന ഡിംനേഷ്യ സൗഹൃദ കേരളം പദ്ധതിയുടെ പേരാണ് ഓർമ്മത്തോണി. അടുത്ത ചോദ്യം, ലോകത്ത് ഏറ്റവും ശക്തമായ സൈന്യമുള്ള 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരിയിൽ 135ാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം ഏതാണ്? കോന്നി റിസർവ് വനമാണ്. കോന്നി റിസർവ് വനം 1888 ഒക്ടോബർ 9 ഇത് റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്? പാപനാശം ബീച്ചാണ്, വർക്കല ബീച്ച്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് പാപനാശം ബീച്ചാണ്. അടുത്ത ചോദ്യം, മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയുടെ പേരാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി. അടുത്ത ചോദ്യം, UN എന്തു വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്, അന്താരാഷ്ട്ര ഒട്ടക വർഷം. അതേപോലെ ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷമാണ് 2025. അപ്പോൾ 2024 ഒട്ടക വർഷം, 2025 ഏതാണ്? ഹിമാനികളുടെ സംരക്ഷണത്തിനായിട്ടുള്ള വർഷമാണ്. ഓക്കെ. അടുത്ത ചോദ്യം, 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് മിഡ് നൈറ്റ്സ് ആണ്, മിഡ് നൈറ്റ്സ്. അടുത്ത ചോദ്യം, 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് വേദികൾ ഏതൊക്കെയാ? ലഡാക്ക്, ഗുൽമാർഗ്, അതിൻ്റെ ഭാഗ്യചിഹ്നം ഷീൻ ഈഷി ഹിമപ്പുലിയാണ്. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ്? ജസ്പ്രീത് ബുംറ. അടുത്ത ചോദ്യം,
ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? ഈഫൽ ടവർ ആണ്. ഈഫൽ ടവർ. അടുത്ത ചോദ്യം, 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 6. എല്ലാ വർഷവും ഫെബ്രുവരിയിലെ 2ാം ശനിയാഴ്ചയിലെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇന്റർനെറ്റ് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അടുത്ത ചോദ്യം, 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഒരു മികച്ച ഇന്റർനെറ്റിനായി ഒരുമിച്ച്, ടുഗദർ ഫോർ എ ബെറ്റർ ഇന്റർനെറ്റ് എന്നതാണ് 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയം. അടുത്ത ചോദ്യം, ലോകത്ത് ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം ഏതാണ്? ബാംഗ്ലൂർ. അടുത്ത ചോദ്യം, ലോകത്ത് ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരം ലണ്ടനാണ്. 2ാം സ്ഥാനത്ത് അയർലൻഡിലെ ഡബ്ലിനാണ്. അടുത്ത ചോദ്യം, ദേശീയ സെൻസസ് ദിനം ഫെബ്രുവരി 9 ദേശീയ സെൻസസ് ദിനം എന്നാണ് ഫെബ്രുവരി 9. അടുത്ത ചോദ്യം, ഇന്ത്യ ഏത് അയൽ രാജ്യവുമായിട്ടാണ് 1643 കിലോമീറ്റർ അതിർത്തിയിൽ വേലി കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്? മ്യാൻമാർ. കേരള അഡ്മിനിസ്ട്രേറ്റ് ട്രൈബ്യൂണൽ അംഗമായി നിയമിക്കപ്പെട്ടത് N. വാസുദേവൻ. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ ആരാണത്? AR റഹ്മാനാണ്. അടുത്ത ചോദ്യം, കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? VK മോഹനൻ കമ്മിറ്റിയാണ്. അടുത്ത ചോദ്യം, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പിൻ്റെ പേരാണ്? മാർഗദീപം. അടുത്തത്, ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. അടുത്ത ചോദ്യം, 2024 ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ചികിത്സ വിടവില്ലാതാക്കുക. അടുത്ത ചോദ്യം, കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയതാരാണ്? പ്രീതി രജക്. അടുത്ത ചോദ്യം, തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച 2ാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമനാണ്. അതേപോലെ തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ വ്യക്തി മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ്. അതേപോലെ 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം എത്രയാണ്? 75 രൂപ നാണയമാണ്. 75 രൂപ നാണയം മറക്കണ്ട. അടുത്ത ചോദ്യം, പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരനാണ്? EP നാരായണൻ പെരുവണ്ണാൻ. അടുത്ത ചോദ്യം, ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്, നവി മുംബൈയിൽ. അടുത്ത ചോദ്യം, സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. അടുത്ത ചോദ്യം, ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കുന്നത് യുഎസിൽ. അടുത്ത ചോദ്യം, 36ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ്? കാസർഗോഡ്. ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ്? സ്നേഹഹസ്തം. അടുത്ത ചോദ്യം, കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡിൻ്റെ പേരാണ്? അരകവ്യൂഹം. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരമായി തുടർച്ചയായി 5ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? അബുദാബി. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥ. ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയുടെ പേരാണ്? ഓപ്പറേഷൻ ഡി ഹണ്ട്. അടുത്ത ചോദ്യം, VT ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല? പാലക്കാടാണ്. ഇന്ത്യൻ ആർമി വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ്? ഡെവിൾ സ്ട്രൈക്ക്. ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസം ഏതാണ്? ഡെവിൾ സ്ട്രൈക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, തുടർച്ചയായി 3ാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷ. അടുത്ത ചോദ്യം, 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിൻ്റെ ജേതാവാരാണ്? അരിയാന സെബലങ്കയാണ്. അടുത്ത ചോദ്യം, ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ്? POEM 3.
ആദ്യമായി മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക് ആണ്. ന്യൂറാലിങ്ക്. ആദ്യമായി മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനിയുടെ പേരാണ് ന്യൂറാലിങ്ക്. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരിയിൽ ഒരേ സമയം 3 ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച ഏഷ്യൻ രാജ്യം ഏതാണ്? ഇറാനാണ്. ഇറാൻ. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മൊണാലിസ എന്ന ചിത്രം സൂക്ഷിക്കുന്ന മ്യൂസിയം എവിടെയാണ്? ലൂവർ മ്യൂസിയം, ഫ്രാൻസ് ആണ്. ലൂവർ മ്യൂസിയം, ഫ്രാൻസ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്ത്. അടുത്ത ചോദ്യം, ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്നിയാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ്? ഐക്കൺ ഓഫ് ദ സീസ് ആണ്. ഐക്കൺ ഓഫ് ദ സീസ്. അപ്പം ഈ കപ്പലിന് ആ പേര് നൽകിയത് മെസ്സിയാണ്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയുടെ എത്രാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? എത്രയാണ്? 76 ആണ്. 76. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡ്. അടുത്ത ചോദ്യം, തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പുനരധിവസിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയുടെ പേരാണത് ഉദയം. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ഓന്തിൻ്റെ പേരെന്താണ്? വടക്കൻ കങ്കാരു ഓന്ത്. 2024 ജനുവരിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സമരം നടത്തുന്ന യൂറോപ്യൻ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. അതേപോലെ ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷം കഠിന തടവ് ലഭിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരാണ്? ഇമ്രാൻഖാനാണ്. ഇമ്രാൻഖാൻ. അടുത്ത ചോദ്യം, 2024 വർഷത്തെ ഇൻ്റർനാഷണൽ കയാക്കിംഗ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ്, മലപ്പുറത്ത്. അപ്പം മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ്. അടുത്തത്, 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? ആനി ജോർജ് മാത്യു ആണ്. അടുത്ത ചോദ്യം, നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹമായത് സുഭാഷ് ചന്ദ്രനാണ്. സുഭാഷ് ചന്ദ്രൻ. അടുത്ത ചോദ്യം, ലോക സീബ്ര ദിനം ഏതാണ്? ജനുവരി 31. അടുത്ത ചോദ്യം, കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പഴങ്ങളും പച്ചക്കറികളും വിപണിയിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ഔട്ട്ലെറ്റിൽ അറിയപ്പെടുന്ന പേരാണത് നേച്ചേഴ്സ് ഫ്രഷ്. നേച്ചേഴ്സ് ഫ്രഷ്. അടുത്ത ചോദ്യം, ലോകത്തെ 500 വലിയ കമ്പനികളുടെ ഹാറൂൺ 2023 പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസ്. അടുത്ത ചോദ്യം, പുതിയ കണക്കുകൾ പ്രകാരം നിലവിൽ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 80 ആണ്. റംസാർ സൈറ്റുകളുടെ എണ്ണം 80 ആണ്. അതേപോലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അതേപോലെ 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം ഏതാണ്? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നാണ് അതിൻ്റെ പ്രമേയം. അടുത്ത ചോദ്യം, ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 ആണ്. അപ്പോൾ ഇത്രയുമാണ് 2024 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ്. തീർച്ചയായിട്ടും ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.